അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ ഇവിടേക്ക് വായിച്ചോ നമ്മളെ കോറി. ഇനിയിപ്പം ഈ ഒരു സാധനം ഈ ഒരു പെട്ടി വില അയച്ചു തന്നിട്ട് എത്രയോ ദിവസമായി ഉണ്ടോ. ഞാനാണെങ്കിൽ ഇത്രയും ദിവസം അത് ഓപ്പൺ ചെയ്യാതെ അതേപോലെ കുറേ ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ പഴയ വീട്ടിൻ്റെ അഡ്രസ്സൊക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ ഗിഫ്റ്റും സാധനങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ സംസ്കാരക്കെല്ലാം വാങ്ങി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. ഈ വീട്ടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും മറ്റേ മുമ്പത്തെ പോലെ ആർക്കും അറിയൂല. ഉസ്താദ് അന്തം കമ്മിയായി പോട്ടോ. ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് അന്തം കമ്മിയായി ബൾക്കി കൂട്ടപ്പം. എന്തൊക്കെ പൊട്ടണപ്പാ. ഇത്രയും ശരീരം ഉണ്ടായിട്ട് ഇവനൊക്കെ വാപ്പാനൊരു സഹായം ചെയ്തുകൊണ്ട് ആ മരത്തുമ്പോ കയറി കൊടുക്കല്ല. ഇവിടെ കാലുമകാലം എത്തിച്ചണ്ടേ. അത് പോയി വാങ്ങിക്കാം. അഫീഫ് ആണ് ചെല്ലു. നമുക്ക് എവിടുന്ന് അത് കാണാൻ പറ്റിയ പച്ചിനെ ഫ്രണ്ടെന്നോ? ഇപ്പച്ചി മാങ്ങ പറിക്കും. ഇപ്പച്ചി വാ ഇങ്ങോട്ട് വായിച്ചോ. ഇവിടുന്ന് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട പച്ചി ഫുൽവൻ്റെ ഒരു മാമ്പയം കിട്ടിയപ്പം മാമ്പയം തിന്ന് മൂടയങ്ങാണ്ട് വേറെ മാമ്പയം പറിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. ലാസ്റ്റ് ഏകദേശം ലാസ്റ്റ് ആയിട്ടാണ്. പിന്നെ മഴക്കാലം നിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി കാലം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മളെ കോറിട്ടാ, നമ്മളെ വീട്ടിലെ കോറി. ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഓഡിറ്റോറിയം ഉണ്ട്. ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം. ഞങ്ങളെ തന്നെ ഓഡിറ്റോറിയം. നമുക്ക് എന്തെങ്കിലും പരിപാടി ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി പരിപാടി നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളെ കുളം, കോറി സാധനങ്ങൾ മുങ്ങി കുളിക്കണമെങ്കിൽ പരിപാടികൾക്കൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരിതാണ്. പിന്നെ നമ്മളെ തന്നെ സ്വിമ്മിംഗ് പൂളാണ്, നമ്മളെ തന്നെ കിഡ്സ് പാർക്ക് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ഓണാണ് കേട്ടോ, ഓൺ പ്രോപ്പർട്ടിയാണ്. അപ്പം ബാസിൽ അസറൊന്ന് രാവിലെ മുതൽ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരാറുണ്ട്. ഇക്കുവിൻ്റെതായ തിരക്കുകളിലാണ്. സൽമാനും ടീമും നിയാലും ചക്കന്മാരെല്ലാവരും പോലെ ഓലതായ തിരക്കുകളിലാണ്. പക്ഷെ ഇന്ന് രാത്രി ആകുമ്പോഴത്തേന് വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴത്തേന് എല്ലാവരും അല്ലേ ഒരു കുടക്കയിൽ എത്തിച്ചേരും നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്ക്രീനിങ് ഉണ്ടോ? സ്ക്രീനിങ് വേണമെങ്കിൽ ചെയ്യാം. അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാറുണ്ട്. അല്ല ഇതൊക്കെ അവിടെ വേൾഡ് കപ്പിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ടല്ലോ, വേൾഡ് കപ്പ് മൂട് പിടിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ബാസിൽ നമ്മളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ എപ്പോൾ എത്തി. നമ്മളോട് രാവിലെ തന്നെ വരാറുണ്ട്. വൈകുന്നേരം 6 മണിയപ്പോൾ നമ്മളെ ബാസിൽ നമ്മളിപ്പോൾ അതാ കറക്റ്റ് രാവിലെ 6:30 വന്നിട്ടുണ്ട്. അപ്പം ബാസിൽ വന്നിട്ട് നേരെ പെട്ടി വന്നിട്ട് ഇങ്ങനെ മാന്ത കേട്ടോ. അപ്പം അടിയിൽ ചക്കൻ്റെതും ഇതെനിക്ക് മിസ്സായിക്കണ്ട. ചക്കൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് മാങ്ങൻ്റെ ഹൽവ പോലെ തന്നെ ചക്കൻ്റെ ഹൽവ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. ഇത് ഇപ്പച്ചിക്കും മിസ്സായിട്ടോ. ഇപ്പച്ചി മാങ്ങ എന്നിട്ട് ബാലർമീൻ വായിച്ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പച്ചി പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോയതാണ്. ഇപ്പച്ചി അത് ബാലർമീൻ വായിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇതെങ്ങനെ തുറക്കണ്ടേ? ഞാൻ തുറന്ന രീതിയെ തെറ്റാ. ഞാൻ ഇവിടുന്ന് തുറന്നു നേരത്തെ ഇതിങ്ങനെ തുറക്കുക. അപ്പൊ എനക്കൊരു ബാലർമ കിട്ടും കേട്ടോ. ബാലർമേ ഇത് ശരിക്കും ബാലർമ തന്നെയാണ് അല്ലേ? എനിക്ക് സ്പൂണ് ഇതാണ് കറക്റ്റ് അൺബോക്സിങ്. ഈ ചോറ് കാണിച്ചു കൊടുത്തറ. അപ്പൊ ഒരു ബാലർമ അടക്കാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ കാണാതെ പോയത്. മറ്റേല് മറ്റേ പാളയിൽ വലിച്ചണത്, കുട്ടിപ്പേര ഉണ്ടാക്കണത്, തോണി ഉണ്ടാക്കണത്, പട്ടം പറത്തണത്, നേല് കാട്ടണത്, വട്ട് ഉണ്ടാവും. അത് ഞാൻ അൺബോക്സ് ചെയ്തപ്പോ പാളിയതാവും. അതാ പ്രാർത്ഥനകളാണ് കേട്ടോ. ഞങ്ങളെന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ എന്താണോ പറയണ്ടേ? സ്കാനറാണ്. ഇതോലെ പേജ് കയറാണ്. അതാ പറഞ്ഞത്. അതാണ് എനിക്ക് മിസ്സായത്. എന്നാ ചക്ക അൽവ ബാസിൽ നോക്ക്. ചക്ക ടേസ്റ്റ് നോക്ക്. ബാസില് ഷുഗർ കട്ട് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. കുറ്റിപ്പേരുണ്ടാക്കിയതുണ്ട്. അത് മിസ്സായി. അതൊക്കെ അതിന്റെ ബാക്കിൽ ഞാൻ എന്ത് പൊട്ടനാലേ. ഇത്ര ഞങ്ങളെ ബുദ്ധി. ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടികളെ സ്വഭാവം ഉച്ചക്കൊക്കെ കൂട്ടാന് രാവിലെ തന്നെ തിന്നുപോണത്. ഇന്റർവെല്ലിൽ ഇങ്ങനെ തുറന്നു ചക്ക നോക്കി ചക്ക നോക്കിയപ്പാ
ചക്രം അടിച്ചിട്ട് അതില്ലല്ലോ അവിടേക്ക് തില്ലല്ലോ നമ്മള് ഒരു ദിവസം ലുട്ടാപ്പി നോക്കും. ഇതുണ്ട് ഓലന്റെ സാധനം കൊണ്ട് വെച്ചു താഴെ പെരേന്ന് പെര വരെ വെച്ചിട്ട് ഇനി നാളെ കഴിക്കാം തുമ്പിട്ട അത് ഇമ്പിറ്റല്ലേ അതല്ല എല്ലാവരും തിന്നുമ്പോഴല്ലേ തിന്നണ്ടേ പിന്നെ ചെപ്പളയിൽ പോയി തിന്നിട്ടാ ഈ ഇമ്മാരാണ് നമ്മൾ തടിയുടെ മെയിൻ കാരണം. എനിക്ക് മാങ്ങനേക്കാളും ഇഷ്ടം ഇവിടെ ചക്ക കേട്ടോ. അല്ലേ ജോ? ചക്കന്റെ രസം തന്നെ. തുള്ളി മതി അറിയാം തുള്ളി ഇടക്കൊക്കെ ചോറെന്ന് പറഞ്ഞിട്ട് എന്ന് ചോറ് ആ, എന്നും ചോറ് തരും. ഇത് ഇടക്കൊക്കെ ചോറ് വേണം പറഞ്ഞിട്ട് എന്നും ചോറ്. ഇന്നോട് പറയും. ആഫി പറ ഇവിടെ ഇന്ന് ചോറ് വെച്ചത് ആഫി പറ ഇവിടെ ചോറ് വെക്കായിട്ട് ഞാൻ മിസ്സോട് ഇന്നലെ താഴ്മയായി അപേക്ഷിച്ചു ഇവിടെ എന്ത് ചോറ് വെച്ചാണോ ഇവിടെ എന്നുണ്ട് ചോറ്. ആ 0.5 എടുക്ക് എടുക്ക്. ഇവിടെ വഹിച്ചു വാ ഇവിടെ ചോറ് വെച്ചിട്ടുള്ളത് ഇപ്പൊ മാറിട്ടോ. എന്താ ചോറ് എടാ ഇന്നാണ് വെച്ചത് ഇന്ന് വെച്ചിക്കണേ ഇവിടെ എന്ന് ചോറ് വെച്ചൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എന്നും ചോറിന്റെ ഇവിടെ ഇല്ലേ, ഇന്നാണ് വെച്ചത് എത്രയോ ദിവസം കൂടി ഇന്ന് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കിയില്ലേ എന്തു പിന്നെ എന്താണ് മറ്റേ എന്താണ് ഇവിടെ ഇന്നലെ രണ്ടാളും ജിമ്മിന് കൊണ്ടുണ്ടേ അതായത് ഇവിടെ എനിക്ക് എന്ത് പരിധി കിട്ടിയില്ല. എനിക്കും പറയാം. ഇവ രണ്ടാളും ഇപ്പൊ ജിമ്മിന് പോണോണ്ട് ഇവിടെ രാവിലെ ഉച്ചക്കൊക്കെ നീച്ചു വരിക ചപ്പാത്തി ഉച്ചക്ക് വരുമ്പോണ്ടാവേ ഉണങ്ങിയ ചപ്പാത്തി അനക്ക് ചോറുണ്ട്. അറിയോ ആ ചപ്പാത്തിയിലെ എണ്ണ പാടില്ല നെയ്യ് പാടില്ല ഓയിൽ പാടില്ല പിന്നെ ചപ്പാത്തി ഇങ്ങനെയല്ലേ നിൽക്കുള്ളൂ. ഒന്നും പാടില്ലാത്തൊരു ചപ്പാത്തിയും പിന്നെ കോഴിക്കറിയിൽ എണ്ണ പാടില്ല ഇങ്ങനെ കോഴിക്കറിയിൽ എണ്ണ പാടില്ല ഇല്ലാത്തൊരു കോഴിക്കാണ് ഡ്രൈ കോഴി അതിനോട് പറഞ്ഞു